പാലക്കാടാണ്. പാലക്കാട് നിറച്ച് മാങ്ങയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മാങ്ങ ജ്യൂസ് ഒരെണ്ണം കുടിക്കാന്ന് തോന്നുന്നുണ്ടായിരുന്നു. നമുക്കൊരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് അമ്മോട് ചോദിച്ചാലോ? മാങ്ങ ജ്യൂസോ? എവിടെ മാങ്ങ? അവിടെ മാങ്ങണ്ടാ? അത് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ആശുട്ടി പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ പാലക്കാടാണ് കേട്ടോ ഉള്ളത്. എൻ്റെ സ്വന്തം വീട്ടിലാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പാലക്കാടിലെ ചൂട് പിന്നെ പറയേണ്ട ആവശ്യമില്ല അല്ലേ. കേരളം മുഴുവനും ചുട്ടുപൊള്ളാണ്. പക്ഷെ പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ചൂടാണ് അല്ലേ. സോ ഈ ഒരു ചൂടത്ത് നല്ല കൂളായിട്ടുള്ള നല്ല പച്ച മാങ്ങ ജ്യൂസ് കുടിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ആരും പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചിട്ടും ഇല്ല. അപ്പോൾ എന്തായാലും നല്ല ഫ്രഷ് മാങ്ങ പൊടിച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് നോക്കാം. അമ്മ 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 പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ? എന്നാ ഞങ്ങള് ഉണ്ടാക്കി തരാട്ടാ. മുഴുവൻ പറയുന്നതിന് മുന്നേ അമ്മ നമ്മുടെ പാട്ടിന് പോയിട്ടോ. അപ്പം ഞങ്ങളിതേ പച്ചമാങ്ങ വെച്ചിട്ട് ഇതേ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതേ തൊലി കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ മാങ്ങ. ആശുക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇന്നൊരു പൂള് വേണോ? മാങ്ങ വേണോ? അയ്യോ തെറ്റാ. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ വേണം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി വേണം കേട്ടോ. ഇഞ്ചി കൂടി നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടുക ഇതേപോലെ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിടിക്കാ ജ്യൂസ് പിടിക്കാ? റെഡിയായോ? നമ്മൾ മാങ്ങ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ ഇഞ്ചിയും മാങ്ങയും കൂടി നമ്മൾ ജാറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര കുറച്ച് അധികം ഇടേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാരയുടെ പോലെ തന്നെ ഒരു തുണ്ട് ഉപ്പും കൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു തുണ്ട് ഉപ്പിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങാക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാങ്ങാക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ജ്യൂസ്. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെന്നുള്ളവർക്ക് അതിൽ ഐസ് ആഡ് ചെയ്യാം. ഐസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ആശുട്ടിക്കും വേണ്ടി ഇതേ കൊടുക്കണം. അമ്മ ഇതുവരെ പച്ചമാങ്ങ ജ്യൂസ് കുടിച്ചിട്ടില്ല. ആശുട്ടിക്കാണെങ്കിൽ ആശുട്ടി ഒരു വട്ടം നല്ല ഇഷ്ടമാണ് കേട്ടോ ജ്യൂസ്. അമ്മ ആദ്യമായിട്ട് കുടിക്കണോണ്ട് തന്നെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം. സൂപ്പർ. അമ്മ സൂപ്പർ എന്നാണ് പറയണത്. ആശുട്ടി അത് മുഴുവൻ കുടിച്ചു കേട്ടോ. അമ്മയ്ക്ക് പിന്നെ അത് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഞാൻ ഐസ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അമ്മയ്ക്കും ആശുട്ടിക്കും തണുപ്പ് പറ്റില്ല. അങ്ങനെ വീട്ടിൽ പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പച്ചമാങ്ങ ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് കുടിച്ചാ എങ്ങനെയുണ്ട്? ഇഷ്ടായ? സൂപ്പറായ? ഇനി എപ്പോഴും ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പൊ അവരോട് പറഞ്ഞേ നിങ്ങൾ ഇതേപോലെ പച്ചമാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചോളൂ എന്ന് പറഞ്ഞേ. നിങ്ങൾ ഇതേപോലെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചോളൂ. നമ്മൾ പല ഫ്രൂട്ട്സ് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. പക്ഷേ പച്ചമാങ്ങ വെച്ചിട്ട് അധികം ആരും അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള എല്ലാ ന്യൂ മെമ്പേഴ്സിനും വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.